ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഞാനിവിടെ ഒരു മാപ്പ് ആദ്യമേ തന്നെ വെക്കുന്നുണ്ട്. ഈ മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് പേർഷ്യ ഗൾഫ് റീജിയനിൽ കിടക്കുന്ന ആ ഏരിയ, അതിലൂടെ തൊട്ട് മുകളിൽ ബഷറീർ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ഇറാൻ ഇറാഖ് ബോർഡർ ഏരിയ. അപ്പോൾ അതിനകത്ത് ഈ ബോർഡർ ഏരിയയിൽ ഇന്നലെ നല്ല രീതിയിലുള്ള ക്ലാഷ് നടന്നിട്ടുണ്ട്. അമേരിക്കൻ ഇസ്രായേൽ സഖ്യസേനകൾ ഇവിടെ, അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് തന്നെ ഇവിടെ ഇറാൻ അനുകൂല മിലീഷ്യ ടീമുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ ഇറാൻ ഇറാഖ് ബോർഡർ മേഖലയിലുള്ള ആ ഒരു കൺട്രോൾ, ആ ഒരു ഗേറ്റിൻ്റെ കൺട്രോൾ വീണ്ടും ഇറാഖിൻ്റെ ഒഫീഷ്യൽ ആർമി കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് നിലവിൽ ഇറാൻ ഇറാഖിന് താക്കീത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ബോർഡർ ഏരിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൂടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബോർഡർ ഏരിയ കൂടിയാണിത്. അപ്പോൾ ഇറാഖ് ഏതെങ്കിലും തരത്തിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ഒക്കെ നോക്കുന്നു എങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ഇറാഖിൻ്റെ അടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇറാഖിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഇറാൻ അനുകൂല നിലപാടുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീൻ സോൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ബേസ് ഏരിയകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക ശക്തമായ രീതിയിൽ ഇന്നലെ അവിടെ തിരിച്ചടി നടത്തിയിട്ടുണ്ട്. ഒരു എയർ സ്ട്രൈക്ക് തന്നെയാണ് അവിടെ നടത്തിയത്. ഈ മിലീഷ്യ ഗ്രൂപ്പുകൾ, ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പുകൾ അവിടെ നിന്ന് ഓടി ഒളിക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോ ഫുട്ടേജ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഉടനീളം മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് ഇറാൻ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റിനെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ വലിയൊരു ഡീസാലിനേഷൻ പ്ലാന്റിന് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിൻ്റെ പെട്രോ കെമിക്കൽ, അതേപോലെ എനർജി മേഖലയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇറാൻ അറ്റാക്ക് നടത്തുന്നുണ്ട്. ബഹ്റൈനിൽ ബാബ്കോ എന്ന് പറയുന്ന ഗ്യാസ് പ്ലാന്റിന് നേരെ വീണ്ടും അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് ഇറാൻ. അതുപോലെ UAE നേരെ ആക്രമണം, ഏറ്റവും വലിയൊരു പെട്രോ കെമിക്കൽ കോംപ്ലക്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി. അത് വളരെ വിജയകരമായി തന്നെ UAE അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തിൽ വിജയം കാണാൻ സാധിച്ചിട്ടില്ല. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇറാഖിൻ്റെ ബോർഡറിൻ്റെ അടുത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന PMF എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സാണ് ശരിക്കും അമേരിക്കയ്ക്കെതിരെ അവിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ PMF ഫോഴ്സിനെയാണ് അമേരിക്ക ഇന്നലെ എയർ സ്ട്രൈക്ക് നടത്തി എലിമിനേറ്റ് ചെയ്തത്. ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ നിർണായക മുന്നേറ്റം, ലിറ്റാനി റിവർ മറികടന്നുകൊണ്ട് IDF ഫോഴ്സ് മുന്നോട്ട് പോവുകയാണ് ലെബനന്റെ ഉള്ളിലേക്ക്. ചുരുക്കി പറഞ്ഞാൽ ലെബനാൻ്റെ സെൻട്രൽ ലെബനാൻ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ് IDFന്റെ ട്രൂപ്സ്, ഗ്രൗണ്ട് ഫോഴ്സ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഗ്രൗണ്ട് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വിഷയം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറാന്റെ ഉള്ളിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ വളരെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. അമേരിക്കയുടെ ഈ പ്രവൃത്തി വളരെ വളരെ അപ്രിസിയേഷൻ അർഹിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ F-15 ഫൈറ്റർ ജെറ്റിനെ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയതിനെ തുടർന്ന് 2 അമേരിക്കൻ പൈലറ്റുമാർ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാന്റെ ഉള്ളിൽ. അപ്പോൾ അവർ ശരിക്കും ഈ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് ആണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ആ ഏരിയയിൽ തന്നെയാണ് അവർ ലാൻഡ് ചെയ്തത്. കോഹിലാൻ ബെയർ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് ആണ്. ഈ കോഹിലാൻ പ്രൊവിൻസിലാണ് ഈ അമേരിക്കൻ സോൾജേഴ്സ് ലാൻഡ് ചെയ്തത്. ഈ ഏരിയ ഇസ്രായേൽ അവരുടെ ടാർഗറ്റ് ലിസ്റ്റിൽ നിന്നും നീക്കി വെച്ചിരുന്നു. കാരണം അവിടേക്ക് ആക്രമണം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ തലങ്ങും വിലങ്ങും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ അവിടെ അറ്റാക്ക് നടത്തണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പം അങ്ങനെ അമേരിക്ക ഇന്നലെ തന്നെ ഒരു പൈലറ്റിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു പൈലറ്റിനെ ഇന്ന് റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മെസ്സേജ് ആണ്. കാരണം ഇറാന്റെ ഉള്ളിൽ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാതെ, അതായത് എയർക്രാഫ്റ്റിൽ അവരുടെ സോൾജേഴ്സിനെ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ ഇറക്കി അവിടെ കൃത്യമായിട്ട് സെർച്ച് നടത്തി ഈ മിസ്സിംഗ് ആയിട്ടുള്ള പൈലറ്റിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതും മറ്റൊരു രാജ്യത്തിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഇറാന്റെ ഉള്ളിൽ. അപ്പോൾ അതിനകത്ത് ഇറാന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സിനെയും കൂടിയാണ് അമേരിക്ക ഇവിടെ തുറന്നു കാണിക്കുന്നത്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷനെ നമ്മൾ ഈ ഇടപെട്ട കാലത്ത് അമേരിക്ക വെനിസുലയിൽ നടത്തിയ ഓപ്പറേഷനോട് പോലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. വെനിസുലയിൽ ഒരു പ്രത്യേക ഏരിയയിൽ ഒരു ബിൽഡിങ്ങിന്റെ മേളിലാണ് അവർ ലാൻഡ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിയത്. വെനിസുലയുടെ ഉള്ളിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇറാൻ ആർക്കെതിരെയാണോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സോൾജേഴ്സ് തന്നെ നേരിട്ട് ഇറാന്റെ ഉള്ളിൽ ഇറങ്ങി ഈ റെസ്ക്യൂ മിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കാരണം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഈ പൈലറ്റിനെ ക്യാച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് കോടിക്കണക്കിന് പൈസ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെബനാന്റെ ഉള്ളിൽ ഹെസ്ബുള്ളയുടെ അക്കോമഡേഷനും ഹെസ്ബുള്ളകളുടെ ഏരിയ, ഹെസ്ബുള്ള സ്ട്രോങ് ഹോൾഡിംഗ് ആയിട്ട് ഇരുന്ന വില്ലേജുകൾ മൊത്തം അടിച്ച് തവിട് പൊടിയാക്കിയിരിക്കുകയാണ്. അതിന്റെ ഫുട്ടേജസ് ആണ് ഞാനവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു ബിൽഡിംഗ് പോലും അവിടെ അവശേഷിക്കുന്നില്ല. അത്തരത്തിലാണ് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്.
ബെൻഗുരിയൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു വ്യത്യസ്ത തരത്തിലൊരു ബാഗേജ്, ആ ബാഗേജിൻ്റെ ഉള്ളിൽ നിന്നും സ്മോക്ക് വരുന്നുണ്ട്. ഇതിലൊരു ഡൗട്ട്, ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ളൊരു ഡൗട്ട്, ഒരു കൺഫർമേഷൻ അത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗേജ് കണ്ടെത്തിയതിനെ തുടർന്ന് അതിനെ സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേക സൂട്ടൊക്കെ കൊടുത്ത്, ആ ഫുട്ടേജാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്, ഈ ബ്രിക്ക് റെഡ് കളറിൽ ഇങ്ങനെ സ്യൂട്ട് ഇട്ടുകൊണ്ട് ബാഗേജിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഇസ്രായേലി സോൾജേഴ്സിനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവർ നേരെ പോയിട്ട് ആ ബാഗേജിനെ റിമൂവ് ചെയ്തതായിട്ടുള്ള വാർത്തയാണ് ഇപ്പം വരുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ UAE-യിലുള്ള പെട്രോ കെമിക്കൽ കോംപ്ലക്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അബുദാബിയിലുള്ള പെട്രോ കെമിക്കലിനെതിരെയാണ് അവർ ആക്രമണം നടത്താൻ ശ്രമിച്ചത്. അപ്പോൾ അതിലേക്ക് അവർ അയച്ച മിസൈലുകളെല്ലാം തന്നെ UAE വിജയകരമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ISIS ഗ്രൂപ്പായിട്ടുള്ള ഒരു സുന്നി സംഘടനയുണ്ട്, സുബൈർ ഇബൻ അൽ അവാൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ സുബൈർ ഇബൻ അൽ അവാൻ ഇറാഖ് ബോർഡറിൽ അവിടെ അവർ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. ശരിക്കും ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനുള്ള നിലപാടൊക്കെയാണ് ഇപ്പോൾ ഇവർ ഉയർത്തുന്നത്. നമ്മൾ ഒരു വിഷയം കൂടി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് യമനിലേക്കുള്ള ഒരു വിഷയമാണ്. യമനിലിപ്പം സിറ്റുവേഷൻ അത്ര പന്തിയല്ല. പ്രധാനമായിട്ടും യമനിൽ STC എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രൂപ്പ്, UAE ബാക്ക്ഡ് ഫോഴ്സ് ആയിട്ടുള്ള STC കുറെ കാലം കൊണ്ട് തന്നെ യമന്റെ ഉള്ളിൽ പല മേഖലകളും കൈക്കലാക്കി വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ സൗദി അറേബ്യ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 2 മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ യമന്റെ ഉള്ളിൽ എഫക്റ്റീവായിട്ട് ഇറങ്ങിത്തിരിക്കുകയും അവിടെ നിന്ന് UAE ബാക്ക്ഡ് ഫോഴ്സ് ആയിട്ടുള്ള ഈ STC ഗ്രൂപ്പ് പിൻവലിയുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വെറും 6 ദിവസം കൊണ്ട് സൗദി അറേബ്യ യമന്റെ ഉള്ളിൽ മേജർ പോർഷൻസ് എല്ലാം തന്നെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ STCയെ ഇനി ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും കൂടി UAE പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ STC ഗ്രൂപ്പുകൾ ഇപ്പോൾ ഹൂത്തികളുമായിട്ട് ജോയിന്റ് ആയിട്ട് ഇപ്പം യമന്റെ ഉള്ളിലുള്ള സൗദി ഗ്രൂപ്പുകൾക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ ഇപ്പം UAE ഇതിൽ നിന്ന് പിന്മാറി എന്നുള്ളത് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാലും UAE സപ്പോർട്ട് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല സെറ്റപ്പ്. കാരണം UAE ഓൾറെഡി തന്നെ ഒഫീഷ്യലി ഞങ്ങൾ STCയെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ UAE പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് UAE വലിച്ചഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പം അതായത് ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പം അമേരിക്ക പല കാലഘട്ടങ്ങളിലും പലതരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താലിബാൻ. അപ്പോൾ ഇതേപോലത്തെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ SDF, സിറിയയിലെ SDF, ഇങ്ങനെ പല പ്രോക്സി ട്രൂപ്പുകളെ ഇതിനു മുമ്പ് തന്നെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോത്സാഹിച്ചിരുന്ന പല സംഘടനകളും പിന്നീട് അവർ തീവ്ര നിലപാടുള്ള സംഘടനകളായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം പകുതി വഴിക്ക് വെച്ചിട്ട് അമേരിക്കയുടെ ആവശ്യം കഴിയുമ്പോൾ അമേരിക്ക എന്ത് പറയും, ഇനി മക്കളെ നിങ്ങൾ നിർത്തിക്കോ, ഇനി വേണ്ട, ഈ കളി ഇതോടെ മതി എന്ന് പറഞ്ഞിട്ട് അമേരിക്ക നിർത്തിയിട്ട് പോകാൻ പറയുമ്പോഴത്തേക്കും ഈ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് അതങ്ങനെ സ്വമേധയെ അവസാനിപ്പിക്കാൻ കഴിയാറില്ല. പലപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ ഏത് രാജ്യത്താണോ ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ആ ഗ്രൂപ്പ് ആ രാജ്യത്തിനെതിരെ തന്നെ പോരാടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ രാജ്യത്തിനുള്ളിലുള്ള ഒരു വിഘടനവാദം, ആ രാജ്യത്തിനുള്ളിലുള്ള ഒരു ഭീകരവാദം എന്നുള്ള നിലയിലാണ് ഈ ഗ്രൂപ്പുകൾ പിന്നീട് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അറിയപ്പെട്ട ഗ്രൂപ്പുകളാണ് താലിബാൻ, അതുപോലെ ഈ SDF, ഇതുപോലെ പല ഗ്രൂപ്പുകൾ പേരെടുത്ത് പറയാൻ പറ്റും. അപ്പോൾ ആ മാതൃകയിലാണ് STC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് UAE ബാക്ക്ഡ് ഫോഴ്സ് ആയിട്ട് UAE-യുടെ പ്രോക്സി ആയിട്ട് യമന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും UAE ഇപ്പോൾ അമേരിക്കയെ പോലെ തന്നെ അതിൽ നിന്നും എക്സിറ്റ് അടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കും ഇനി STCക്കും യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ ഈ STCക്ക് കീഴിൽ കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ, ഓൾറെഡി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നിന്നും ശമ്പളം പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ ഗുണ്ടകളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗുണ്ടകൾ എന്ത് ചെയ്യും, അവരെ സ്വമേധയാ ആ ലോക്കലൈസ്ഡ് ഡോമിനേഷന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് UAE ഇപ്പോൾ അവരെ കൈയൊഴിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ STC ഹൂത്തികളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ സൗദിക്കെതിരെ പടപൊരുതാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്ന ഫുട്ടേജസിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോ പറയുന്നത് സൗദി യമൻ ബോർഡറിൽ കൃത്യമായിട്ട് ബോർഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് സൗദി അറേബ്യ അവരുടെ മിലിറ്ററി വാഹനങ്ങളെല്ലാം തന്നെ യമന്റെ ഉള്ളിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സൗദി അറേബ്യ ഗെറ്റിംഗ് റെഡി ഫോർ അനദർ വാർ ഇൻ യമൻ. അതാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഹോട്ട് ന്യൂസ്. ഇത് ഏത് തരത്തിൽ മിഡിൽ ഈസ്റ്റിനെ മാറ്റിമറിക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇത്രയും നാൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഒരു യുദ്ധം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. സൗദി അറേബ്യ പണ്ട് മുതലേ അവരുടെ ഡിഫൻസ് ഡിറ്ററൻസ് അത് യമന്റെ ഉള്ളിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പം സൗദി അറേബ്യ യമന്റെ ഉള്ളിലേക്ക് അവരുടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇവിടെ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്, പാകിസ്ഥാൻ എവിടെ നിൽക്കും? പാകിസ്ഥാൻ ഇറാൻ അനുകൂലികളായിട്ടുള്ള ഹൂത്തികൾക്കൊപ്പം നിൽക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ സൗദിയുമായിട്ട് ഒപ്പുവെച്ച ഡിഫൻസ് കരാറിനെ മാനിച്ചുകൊണ്ട് സൗദിക്കൊപ്പം നിലനിൽക്കുമോ എന്നുള്ളത് $1 മില്യൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം പാകിസ്ഥാന്റെ അസീം മുനീറും അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഖാജ ആസിഫ് ഒക്കെ പറയേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മീഡിയേറ്റർ റോളിൽ
നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് ഇരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യയും യമനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ തുടങ്ങാൻ പോകുന്നത്. UN സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഫറൻഡം അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ചൈനയും റഷ്യയും വീറ്റോ ചെയ്ത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കുള്ള റെസൊല്യൂഷൻ പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യയും ചൈനയും ഇറാനെ വിവിധ മേഖലകളിൽ വളരെ ഡീപ്പ് ലെവലിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് 3 മിസൈലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അത് 3-ൽ 2 പതിച്ചിട്ടുണ്ട്. അതായത് സദൻ ഇസ്രായേലിന്റെ ഭാഗത്തേക്കാണ് അവർ അയച്ചത്. അതുപോലെ ബീർഷിബ ഏരിയയിൽ ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ സോണിലും ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട്. ഹവാബ് ഇൻഡസ്ട്രിയൽ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇൻഡസ്ട്രിയൽ സോണിലാണ് ഈ ഒരു മിസൈൽ പതിച്ചത്. ഫസ്റ്റ് മിസൈലും തേർഡ് മിസൈലുമാണ് ഈ 2 സ്ഥലങ്ങളിലും പതിച്ചത്. നോ മോർ ഇഞ്ചുറീസ്, ഓൺലി ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് നോട്ടീസ്ഡ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മിസൈൽ ഇന്റർസെപ്റ്റഡ് ആണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. בהתחלה היה יירוט למעלה, חומרים עדיין יכולים ליפול רסיסים. כן, זה רחוק מאיתנו. אבל איזו נפילה, רואים את העשן פה. הנה סלימה, אנחנו באירוע אמיתי. עכשיו יכול להיות שזה אירוע חומרים מסוכנים. אנחנו כאן ואדי אל-נעם, מה עושים? האם אנחנו יודעים? האם מישהו יודיע? אנחנו רואים שיש פגיעה, אנשים לא יודעים לאן ללכת, פשוט הילדים, אנחנו שומעים את הצעקות של נשים, ילדים, ממש בהלה רצינית, אנשים פה בלי מקלטים, בלי כלום, ממש אנשים יכולים למות בכל רגע, גם מהפגיעה, גם מהרסיסים, גם מהחומר המסוכן. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് നിറഞ്ഞ മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് ഒന്ന് ഇറാഖ് ഇറാൻ ബോർഡർ. അത് പ്രത്യേകിച്ച് കുവൈറ്റിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ഏരിയ, ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ. പിന്നെ അടുത്തത് ഹൂത്തികളുടെ ഏരിയ, ബാബൽ മന്ദേബിൽ ആ ഒരു ഏരിയയിൽ കിടക്കുന്ന ഹൂത്തികളും സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട ഹൂത്തികൾ, അതായത് യമൻ തുടങ്ങുന്ന ആ ഒരു സനയുടെ തൊട്ടുമേൽ ഭാഗത്ത് സൗദി അറേബ്യയും യമനും തമ്മിലുള്ള ഒരു ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയിൽ കോൺഫ്ലിക്റ്റ് ഇച്ചിരി രൂക്ഷമാകുന്നുണ്ട്. പിന്നെ ഒബിയസ്ലി ഇൻസൈഡ് ഇറാൻ, പിന്നെ ലെബനാൻ, ഇതൊക്കെ തന്നെ സാധാരണ ഇതിനു മുമ്പ് തന്നെ നോട്ടീസ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏരിയകളാണ് ഇറാൻ ഇറാഖ് ബോർഡർ, അതുപോലെ തന്നെ സൗദി അറേബ്യ യമൻ ബോർഡർ ഏരിയ. ഇനി ഇതിലുപരിയായിട്ട് ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൽ തുടരെ ഇറാന്റെ ഉള്ളിൽ എവിടെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്കുകൾ നടത്താൻ പറ്റുമോ അതെല്ലാം തന്നെ അറ്റാക്ക് ചെയ്ത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബുഷേർ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ചുറ്റിയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു റഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. റോസാറ്റം എന്ന് പറഞ്ഞ കമ്പനി ഇറാന്റെ ഉള്ളിൽ ബുഷേർ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസും നോക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസൊക്കെ കൊടുത്തതാണ്. റഷ്യ ഞങ്ങളുടെ എംപ്ലോയീസിനെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൺഫർമേഷനൊക്കെ പണ്ടേ വന്നതാണ്. എന്നിട്ടും റഷ്യ അവരുടെ എംപ്ലോയീസിനെ രഹസ്യമായിട്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അത്രയ്ക്ക് കീ എംപ്ലോയീസ് ആയിരിക്കും. അവർ വളരെ നെസസറി ആയിരിക്കും ആ ഓപ്പറേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരവിടെ നിർത്തിയിരുന്നത്. പക്ഷെ എന്നാലും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരു റഷ്യൻ പൗരൻ ഈ ഒരു ബഷേർ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റാക്ക് നടത്തിയതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ പൈലറ്റിനെ റെസ്ക്യൂ ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഒരു വില്ലേജ് മൊത്തത്തിൽ അമേരിക്ക ക്യാപ്ചർ ചെയ്ത് ആ വില്ലേജ് മൊത്തം കൺട്രോളിലെടുത്താണ് ഈ പൈലറ്റിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത്. കാരണം ആ വില്ലേജസ് ഈ അമേരിക്കൻ സോൾജേഴ്സ് ഇറങ്ങിയ ഉടനെ അവർക്കെതിരെ തോക്കെടുത്തുകൊണ്ട് വന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് IRGCയുടെ തന്നെ ഞാൻ പറഞ്ഞ മാതൃകയിൽ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രഹസ്യമായിട്ടുള്ള ട്രൂപ്സ് ഉണ്ട് IRGCക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ട്രൂപ്പുകളുമായിട്ട് അവിടെ ഏറ്റുമുട്ടൽ നടന്നു. ഇതിനകത്ത് അമേരിക്കൻ സോൾജേഴ്സ് കുറെ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇറാന്റെ മാധ്യമങ്ങൾ അടിച്ചിറക്കുന്നുണ്ട്. നിരവധി IRGC സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അമേരിക്കൻ ട്രൂപ്പിനെ എതിർത്തുകൊണ്ട് തോക്കെടുത്തുകൊണ്ട് വന്ന ആൾക്കാർ നിരവധി അമേരിക്ക എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കയുടെ സൈഡിൽ നിന്നും കൂടി പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഫുട്ടേജസ് ഒക്കെ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും അൾട്ടിമേറ്റ്ലി അമേരിക്ക രണ്ടാമത്തെ സോൾജേഴ്സിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Congratulations, President Trump. All Israelis rejoice in the incredible rescue of a brave American pilot by America's dauntless warriors. This proves that when free societies muster their courage and their resolve, they can confront seemingly insurmountable odds and overcome the forces of darkness and terror. This rescue operation reinforces a sacred principle. No one is left behind. This is a shared value demonstrated time and time again in the history of both our countries. As a nation that repeatedly carried out daring rescue operations, and as someone who was wounded in such a mission and lost a brother in the Entebbe rescue, Israelis and I, we know what a bold decision you took. President Trump, Donald, my dear friend, once again, your decisive leadership brought another great victory to America. I salute you. We all do. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകളാണ് എവറി അവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും
ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.